ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു ട്രൂത്ത് ഫയൽ. നാളെ 7/6/2024 നമ്മുടെ JCIയുടെ ഡെയിലി സ്റ്റഡി പ്ലാനിൽ 14ാമത്തെ ദിവസമാണ്, 14th ഡേ ആണ്. അപ്പോൾ നാളെ ഫ്രൈഡേ ആണ്. ഫ്രൈഡേ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് IT ആൻഡ് കമ്പ്യൂട്ടർ ലോ ആണ് പഠിക്കാറ്. അപ്പോൾ നാളെ നമ്മൾ പഠിക്കേണ്ട സിലബസ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ഫ്രൈഡേ നമ്മൾ പഠിച്ചത് മെമ്മറി ഡിവൈസിൽ പ്രൈമറി മെമ്മറി ഡിവൈസസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാളെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് സെക്കൻഡറി മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറി ഡിവൈസസ് ആണ് നാളത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. നമുക്ക് 3 ദിവസത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ള സിലബസ് തന്നതിൽ കുറച്ച് അധികം ക്ലാസ് പെൻഡിങ് ഉണ്ട്. ലോയിലെ റൂള് 4 വരെ എടുത്തിട്ടുള്ളൂ. അതിന് ശേഷമുള്ള റൂളിൻ്റെ ക്ലാസ് പെൻഡിങ് ഉണ്ട്. ദെൻ നമ്മുടെ ബാങ്കിങ്ങിൻ്റെ അകത്ത് RBIയുടെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിൻ്റെ ക്ലാസ്. ദെൻ ഇന്നലത്തെ കോപ്പറേഷൻ പഠിക്കാൻ പറഞ്ഞതിലെ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഇതിൻ്റെ എല്ലാം ക്ലാസ് സാറ്റർഡേ ആൻഡ് സൺഡേ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കാണുക, ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ വീക്കിലെ ടോപ്പിക്സ് സാറ്റർഡേ സൺഡേ റിവിഷൻ ചെയ്യുമ്പോൾ ഈ ക്ലാസ് എല്ലാം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം കാണുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നാളത്തെ പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറി ഡിവൈസസ് ആണ്. അപ്പം നമുക്ക് സെക്കൻഡറി മെമ്മറി ഡിവൈസസ് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയുടെ ഹൈറാർക്കി എങ്ങനെയാണെന്നൊന്ന് നോക്കിയേക്കാം. ഫസ്റ്റ് വരുന്നത് മെമ്മറി ഹൈറാർക്കിയിൽ ഫസ്റ്റ് എന്താണ്? രജിസ്റ്റേഴ്സ്. അപ്പം നമ്മൾ പ്രൈമറി മെമ്മറി നോക്കിയപ്പോൾ രജിസ്റ്റേഴ്സ് നോക്കിയില്ലായിരുന്നു. ദെൻ ക്യാഷെ മെമ്മറി ഉണ്ട്, അതും നോക്കിയില്ലായിരുന്നു. അതിനുശേഷം ഡയറക്റ്റായിട്ട് നമ്മൾ പ്രൈമറി മെമ്മറി പഠിച്ചിട്ട് റാമും റോമും ഒക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ രജിസ്റ്റേഴ്സും ക്യാഷെ മെമ്മറിയും ഒന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് സെക്കൻഡറി മെമ്മറിയിലേക്ക് പോകാം. അപ്പോൾ മെമ്മറിയുടെ ഹൈറാർക്കിയിൽ ഫസ്റ്റ് വരുന്നത് രജിസ്റ്റർ, ദെൻ ക്യാഷെ മെമ്മറി, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് രജിസ്റ്റേഴ്സ്. എന്താണ് രജിസ്റ്റേഴ്സ് എന്ന് നോക്കാം. രജിസ്റ്റേഴ്സ് ആർ ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയ വിത്തിൻ ദ CPU. രജിസ്റ്റേഴ്സ് എവിടെയാണുള്ളത്? CPU-ലാണ്. CPU-ൻ്റെ അകത്തുള്ള ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയ ആണ് രജിസ്റ്റേഴ്സ്. ബട്ട് ഹാവ് ലെസ് സ്റ്റോറേജ് കപ്പാസിറ്റി എങ്ങനെയാണ്? കുറച്ച് മതി. രജിസ്റ്റേഴ്സ് സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇമ്മീഡിയറ്റ്ലി റിക്വയർഡ് ഫോർ ദ പ്രോസസ്സിങ്ങിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുള്ള ഡേറ്റയാണ് രജിസ്റ്റേഴ്സിൽ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ രജിസ്റ്റേഴ്സ് എന്തായിരുന്നു? രജിസ്റ്റേഴ്സ് ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയ വിതിൻ ദ CPU ആയിരുന്നു. പക്ഷേ കുറച്ച് സ്പേസ് മതി. ഡേറ്റ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് പ്രോസസ്സിങ്ങിന് ആവശ്യമുള്ളതൊക്കെയാണ് രജിസ്റ്റേഴ്സിൽ കീപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്. എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് എന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഡേറ്റ രജിസ്റ്റർ ഉണ്ട്. ഡേറ്റ രജിസ്റ്റർ അറിയപ്പെടുന്ന DR എന്നാണ്. അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, AR എന്നാണ്. അക്യുമുലേറ്റർ എന്താണ്? AC ആണ്. പ്രോസസ്സിംഗ് രജിസ്റ്ററാണ് അക്യുമുലേറ്റർ എന്താണ്? പ്രോസസ്സിംഗ് രജിസ്റ്ററാണ്. ദെൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ IR ആണ്. പ്രോഗ്രാം കൗണ്ടർ PCU. ടെമ്പററി രജിസ്റ്ററാണ് TP എന്നറിയപ്പെടുന്നത്. ദെൻ ഇൻപുട്ട് രജിസ്റ്റർ എങ്ങനെയാണ്? INPR. ഔട്ട്പുട്ട് രജിസ്റ്റർ OUTR. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏതാണ്? ക്യാഷെ മെമ്മറി. അപ്പോൾ ക്യാഷെ മെമ്മറി എന്താണ്? ക്യാഷെ മെമ്മറി ഹൈ സ്പീഡ് മെമ്മറിയാണ്. അത് എന്താണ്? പ്രോഗ്രാംസ് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെമ്മറിയാണ്. പ്രോസസ്സർ എന്ത് ചെയ്യുന്നു? റിട്രൈവ് ഇൻസ്ട്രക്ഷൻ ഓർ ഡേറ്റ ഫ്രം ദ ക്യാഷെ മെമ്മറി. ക്യാഷെ മെമ്മറിയിൽ നിന്നാണ് പ്രോസസ്സർ എന്ത് ചെയ്യുന്നത്? റിട്രൈവ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻസ് റിട്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് എന്തൊക്കെയാണ്? പ്രൈമറി മെമ്മറിയുടെ പാർട്ടായിട്ടുള്ള തന്നെ ക്യാഷെ മെമ്മറിയും രജിസ്റ്റേഴ്സുമാണ് നമ്മൾ നോക്കിയത്. ക്യാഷെ മെമ്മറി, രജിസ്റ്റേഴ്സ്. ക്യാഷെ മെമ്മറി എന്താണ്? സ്മോൾ ഹൈ സ്പീഡ് മെമ്മറിയാണ്. എന്താണ് രജിസ്റ്റർ? സീരീയസ്ലി ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഹൈ സ്പീഡ് മെമ്മറി സെൽസ്. CPU-ൻ്റെ ഉള്ളിലുള്ള സീരീയസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഹൈ സ്പീഡ് മെമ്മറി സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? രജിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് നോക്കാം? നെക്സ്റ്റ് സെക്കൻഡറി മെമ്മറി എന്താണെന്നുള്ളത് നോക്കാം.
സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി മെമ്മറി സ്റ്റോഴ്സ് ഡേറ്റ പെർമനൻ്റ്ലി. ഡേറ്റ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ് എക്സ്റ്റേണൽ മെമ്മറി. സെക്കൻഡറി മെമ്മറി അറിയപ്പെടുന്ന വേറൊരു പേരാണ് എക്സ്റ്റേണൽ മെമ്മറി. അതിന് എക്സാമ്പിളാണ് മാഗ്നറ്റിക് ടേപ്പ്, മാഗ്നറ്റിക് ഡിസ്ക്, ഓപ്റ്റിക്കൽ ഡിസ്ക്, ഫ്ലാഷ് ഡ്രൈവ്. ഇതൊക്കെയാണ് സെക്കൻഡറി മെമ്മറിക്കുള്ള എക്സാമ്പിൾസ്. ഫ്ലോപ്പി ഡിസ്ക് ആരാണ് കണ്ടുപിടിച്ചത്? അലൻ ഷുഗാർട്ടാണ് ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത്. ടെക്നോളജി യൂസ്ഡ് ഇൻ സി ഡിയിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണ്? ലേസർ ടെക്നോളജിയാണ്. സി ഡിയുടെ ഫുൾ ഫോം എന്താണ്? കോമ്പാക്ട് ഡിസ്ക്. ലേസറിൻ്റെ ഫുൾ ഫോം എന്താണ്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് emission of radiation. Light amplification by stimulated emission of radiation. Laser was discovered by Theodor Maiman ആണ് ലേസർ കണ്ടുപിടിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്? എന്താണ്? സെക്കൻഡറി മെമ്മറിയിൽ ഡേറ്റ പെർമനൻ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഡേറ്റ പെർമനൻ്റ് ആയിട്ട് സെക്കൻഡറി മെമ്മറിയിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ എന്താണ്? സെക്കൻഡറി മെമ്മറി എന്തെന്നാണ് അറിയപ്പെടുന്നത്? അതൊരു എക്സ്റ്റേണൽ മെമ്മറിയാണ്. എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു? മാഗ്നറ്റിക് ടേപ്പ്, മാഗ്നറ്റിക് ഡിസ്ക്, ഓപ്റ്റിക്കൽ ഡിസ്ക്, ഫ്ലാഷ് ഡ്രൈവ്. ഇതൊക്കെയായിരുന്നു സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഫ്ലോപ്പി ഡിസ്ക് ആരാണ് കണ്ടുപിടിച്ചത്? അലൻ ഷുഗാർട്ടാണ് ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത്. ദെൻ കോമൺ സൈസ്, ഫ്ലോപ്പി ഡിസ്കിൻ്റെ കോമൺ സൈസ് എന്ന് പറയുന്നത് 3.5 ഇഞ്ചസ് ആണ് വരുന്നത്. 3.5 ഇഞ്ച് ഫ്ലോപ്പി ഡിസ്ക് ഒക്കെ ഡെവലപ്പ് ചെയ്തത് ഫസ്റ്റ് എന്താണ്? സോണിയാണ് ഡെവലപ്പ് ചെയ്തത്. ദെൻ അത് 3.5. ഇനി 8 ഇഞ്ചസ് ആണെങ്കിൽ അത് ഏത് കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത്? IBM ആണ് ഡെവലപ്പ് ചെയ്തത്. സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് എ കോമൺ ഫ്ലോപ്പി ഡിസ്കിലെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.44 MB ആണ് സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. ദ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ വിച്ച് ഫ്ലോപ്പി ഡിസ്ക് ആർ ഇൻസേർട്ടഡ്. ഫ്ലോപ്പി ഡിസ്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ സ്മോൾ കാര്യങ്ങളൊക്കെയാണ്. ദെൻ ഓപ്റ്റിക്കൽ ഡിസ്കിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെയായിരുന്നു? CD, ബ്ലൂറേ ഡിസ്ക്. ഇതൊക്കെയായിരുന്നു ഓപ്റ്റിക്കൽ ഡിസ്കിന് എക്സാമ്പിൾ. ഓപ്റ്റിക്കൽ ഡിസ്കിൽ ഡേറ്റ ഓൺ ഓപ്റ്റിക്കൽ ഡിസ്ക് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ്. ഏത് ഫോമിലാണ് ഓപ്റ്റിക്കൽ ഡിസ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്? ലൈറ്റ് ആൻഡ് ഡാർക്ക് പിറ്റ്സ് ആയിട്ടാണ് ഓപ്റ്റിക്കൽ ഡിസ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ പിന്നെ നമ്മൾ സി ഡിയുടെ ഫുൾ ഫോം നോക്കി. സി ഡിയുടെ ഫുൾ ഫോം എന്താണ്? കോമ്പാക്ട് ഡിസ്ക് എന്നുള്ളതാണ് സി ഡിയുടെ ഫുൾ ഫോം. സി ഡിയിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്തായിരുന്നു? ലേസർ ടെക്നോളജിയാണ് സി ഡിയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു CD-ROM സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. CD-ROM സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ്? അതാണ് റെഡ് ബുക്ക്, യെല്ലോ ബുക്ക്, ഓറഞ്ച് ബുക്ക്. റെഡ് ബുക്ക്, യെല്ലോ ബുക്ക്, ഓറഞ്ച് ബുക്ക്. ഇതൊക്കെയാണ് CD-ROMൻ്റെ സ്റ്റാൻഡേർഡ്സ്. ദെൻ DVD-യുടെ ഫുൾ ഫോം എന്തായിരുന്നു? DVD-യുടെ ഫുൾ ഫോം ആയിരുന്നു ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നതാണ് DVD-യുടെ ഫുൾ ഫോം. ഓക്കെ, അപ്പം നാളെ സെക്കൻഡറി മെമ്മറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് മാക്സിമം PSCക്ക് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കുക. വീഡിയോ കാണുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി എക്സ്ട്രാ PSC റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ IT ഭാഗത്തു നിന്ന് ഈ സെക്കൻഡറി മെമ്മറിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ സമ്മപ്പ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പെൻഡിങ്ങുള്ള ക്ലാസ് എല്ലാം സാറ്റർഡേ സൺഡേ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. മൺഡേ മുതൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും അതാ ദിവസത്തെ ക്ലാസ്സുകൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മൺഡേ മുതൽ 2 ക്ലാസ് ഉണ്ടാവും. ഒരൊറ്റ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ടോപ്പിക്കുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകിട്ട് ഒരു ക്ലാസ്, ഒരു 45 മിനിറ്റ്സിൻ്റെ ഒക്കെ ഒരു ക്ലാസ് വീതം, 2 ക്ലാസ് വീതം 1.5 മണിക്കൂറെങ്കിലും ക്ലാസ് എടുത്താലാണ് ഒരു ദിവസം പഠിക്കാനുള്ള ഫുൾ ക്ലാസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് മൺഡേ ടു ആ ഒരു രീതിയിലായിരിക്കും ക്ലാസ് പോവുക. അപ്പോൾ വീഡിയോസ് ഒന്നും പെൻഡിങ് ഇടരുത്. മാക്സിമം വീഡിയോസ് എല്ലാവരും കണ്ട് അതാ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യുക. താങ്ക് യു.